ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പോകുന്നത് സ്വിറ്റ്സർലാൻഡിലേക്കാണ്. സ്വിസ് എന്ന ഒരു നാമത്തിലും നമുക്ക് സ്വിറ്റ്സർലാൻഡിനെ വിളിക്കാറുണ്ട്. അപ്പോൾ സ്വിറ്റ്സർലാൻഡിലേക്ക് ഞങ്ങൾ പോകുമ്പോൾ കിട്ടിയ ഈ ഒരു യാത്രയുടെ അനുഭവങ്ങളുമായിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുമ്പിലെത്തിയിരിക്കുന്നത്. ഞങ്ങൾ പോകുമ്പോൾ ടൈം പാസിനായിട്ട് ഇടയ്ക്കൊക്കെ ഇങ്ങനെ നാട്ടിലേക്കൊക്കെ വിളിച്ചിരുന്നു. നാട്ടിലേക്ക് വിളിക്കുന്നത് പറയാൻ കാരണം നമുക്ക് ഇവിടെ ട്രെയിനിലും ബസ്സിലും നമുക്ക് വൈഫൈ അവൈലബിൾ ആണ്. എല്ലാ ട്രെയിനിലും ബസ്സിലും ഉണ്ടാവില്ല, എന്നിരുന്നാലും വൈഫൈ ഉള്ള ട്രെയിനുകളും ബസ്സുകളുമാണ് അധികവും നമുക്ക് കാണാനായിട്ട് സാധിക്കുക. നിങ്ങൾ എൻ്റെ മുൻപത്തെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, നമ്മൾ ട്രെയിനിൽ ഇതുപോലെ സൈക്കിളൊക്കെ നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോൾ അതുപോലുള്ള യാത്രക്കാരെയൊക്കെ നമുക്ക് കാണാനാകും. അങ്ങനെ ട്രെയിനിൽ പോകുമ്പോൾ ചെറിയ ചെറിയ സ്നാക്സൊക്കെ ആയിട്ട് നമ്മൾ കഴിക്കാനിടയായി. പിന്നീട് എവലിന് ചിങ്കാരിക്ക് ടൈം പാസിന് വേണ്ടിയിട്ട് ഒരുപാട് ഗെയിംസ് അവൾ തന്നെ ഇൻവെൻറ്റ് ചെയ്ത ഓരോരോ ഗെയിമുകളാണ്. അങ്ങനെ ഈ ഒരു ഗെയിമുകളും കാര്യങ്ങളൊക്കെ കളിച്ച് അങ്ങനെ ഒരു നല്ലൊരു യാത്രയായിരുന്നു ഞങ്ങളുടെ. ഞങ്ങളീ പോകുന്ന ട്രെയിൻ യാത്രയുടെ ഈ വഴികൾക്കെല്ലാം ഒരുപാട് ചരിത്രത്തിൻ്റെ താളുകളിലൂടെ സഞ്ചരിക്കാനായിട്ടുണ്ട്. അതായത് നമ്മൾ ഈ പോകുന്ന റെയിൽവേ ലൈൻ 19-ാം നൂറ്റാണ്ടിലാണ് യൂറോപ്പിലെ ഈ ശൃംഖലകൾ, അതായത് ഈ റെയിൽവേ ശൃംഖലകൾ വികസിപ്പിക്കാനായിട്ട് ഇവരാരംഭിച്ചത്. വ്യാവസായികമായ ആ ഒരു വിപ്ലവത്തിൻ്റെ കാലഘട്ടത്തിലാണ് ചരക്കുകളും അതുപോലെ കൂടുതൽ ആളുകളെയും നമുക്ക് യാത്ര ചെയ്യാനായിട്ടുള്ള സംവിധാനങ്ങളിലേക്ക് ഈ റെയിൽവേ ലൈനുകൾ മാറിയത്. പിന്നീട് ജർമ്മനിയും സ്വിറ്റ്സർലാൻഡും ഈ ഒരു റെയിൽവേ ലൈനിലൂടെ വലിയൊരു വളർച്ചയുടെ ഭാഗമായി മാറുകയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ കാണാവുന്നത് പോലെ വലിയ, ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ പറയുമ്പോൾ ഷൊർണൂർ ജംഗ്ഷൻ അല്ലെങ്കിൽ അതുപോലെയുള്ളൊരു 10-15 ട്രാക്കുകളുള്ള വലിയ ജംഗ്ഷനുകളെ നമുക്കറിയാം. ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരുപാട് ട്രാക്കുകൾ, അതായത് ഒരു 10-30 ട്രാക്കുകൾ അധികം, 30-ലധികം ട്രാക്കുകൾ കാണും. ട്രിവാൻഡ്രം സെൻട്രൽ എന്ന് പറയുന്ന രീതിയിലേക്കാൾ വലുത്, അതിൻ്റെ ഒരു ഡബിൾ ഒരു സൈസ് ഉണ്ടാവും. അതെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, കാരണം നമുക്കതൊരു ഡ്രോൺ ഷോട്ടൊക്കെ എടുത്താലാണ് കൂടുതലും അതിനെക്കുറിച്ചുള്ള പറയാനായിട്ട് സാധിക്കുക. അങ്ങനെ പോകുന്ന വഴിയിൽ ഞങ്ങൾ ട്രെയിനുകൾ മാറി കയറി ഞങ്ങളൊരു ഡബിൾ ഡെക്കർ ട്രെയിനിലാണ് എത്തിയിരിക്കുന്നത്. ഈ ഡബിൾ ഡെക്കർ ട്രെയിനിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുകളിലേക്കും നമുക്ക് ആളുകൾക്ക് പോയി ഇരിക്കാനായിട്ടും അതുപോലെ റിസർവ് ചെയ്ത് സീറ്റുകൾ ഉപയോഗിക്കാനായിട്ടും സാധിക്കും. ആ ട്രെയിനിൽ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു തിരക്കിലും കൂടുതൽ ആളുകൾ ബുക്ക് വായനകളും അതുപോലെ തന്നെ മൊബൈൽ നോക്കുന്നതും അതുപോലെ പാട്ട് കേൾക്കുന്നതും ഒക്കെ നമുക്ക് കാണാം. അങ്ങനെ ഞങ്ങളുടെ യാത്ര വീണ്ടും തുടർന്നു. അപ്പോൾ അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ഈ ട്രെയിനിൽ ഒരു കക്ഷീനെ കണ്ടത്. ഇവിടെ പെറ്റ് ഫ്രണ്ട്ലിയാണ് ഈ ട്രെയിനുകളെല്ലാം, അതായത് നമുക്ക് നമ്മുടെ പൂച്ചകളെയും അരുമകളായ ഈ നായ്ക്കുട്ടികളെയും ഒക്കെ നമുക്ക് ട്രെയിനിൽ നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള അതിഥികളൊക്കെ നമ്മുടെ ട്രെയിനിൽ ഉണ്ടായിരിക്കും. പിന്നീട് ഞങ്ങൾക്ക് മുകളിലെ ഒരു സീറ്റ് അങ്ങനെ ഒരു വേക്കൻ്റായിട്ട് കിട്ടി. അപ്പോൾ ഞങ്ങൾ കരുതിയിരുന്ന ലഘുഭക്ഷണങ്ങളെല്ലാം കഴിച്ച് ഞങ്ങളുടെ യാത്ര വീണ്ടും ആരംഭിച്ചു. അപ്പോൾ ഇതാണ് ഈ ഒരു ഡബിൾ ഡെക്കർ ട്രെയിനിൻ്റെ ഒരു ഉൾഭാഗത്തു നിന്നുള്ള ദൃശ്യം. നമ്മൾ നാട്ടിൽ വലിയൊരു വോൾവോ ബസ്സിൽ പോകുന്നൊരു ഫീല് ഒക്കെ നമുക്ക് കാണാം. അപ്പോൾ ഇത്രയും ഹൈറ്റിൽ നിന്ന് നല്ലൊരു വ്യൂ ആണ് നമുക്ക് ഈ ഒരു ഡബിൾ ഡെക്കർ ട്രെയിനിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ ഈ ഒരു താഴ്വാരത്ത് കാണുന്ന ഗ്രാമങ്ങളിലൂടെ നമ്മുടെ ട്രെയിൻ യാത്ര മുൻപോട്ട് പോവുകയാണ്. ശരിക്കും പറഞ്ഞാൽ ജർമ്മനിയും സ്വിറ്റ്സർലാൻഡും തമ്മിലുള്ള ഒരു ഭൂമിശാസ്ത്രപരമായ ഒരു അടുപ്പമാണ് ഈ രാജ്യങ്ങൾക്കിടയിൽ ഇതുപോലെയുള്ള റെയിൽവേ ലൈനുകൾ സ്ഥാപിക്കാനായിട്ട് തുടക്കം മുതലേ അവർക്ക് ഒരു പ്രോത്സാഹനം കിട്ടിയിരിക്കുന്നത്. കാരണം ആദ്യകാലങ്ങളിൽ പ്രാദേശികമായ ആവശ്യങ്ങൾക്കനുസരിച്ചാണ് ചെറിയ ചെറിയ റെയിൽവേ ലൈനുകൾ നിർമ്മിക്കപ്പെട്ടതെന്നാണ് നമുക്ക് ഇവിടെ നിന്ന് വായിക്കുമ്പോൾ മനസ്സിലാവുന്നത്. പിന്നീട് ഈ ലൈനുകൾ കൂട്ടിച്ചേർത്ത് അതൊരു വലിയൊരു ശൃംഖലയായി മാറി. ഇപ്പോൾ നമുക്ക് ജർമ്മനിയിൽ നിന്ന് സ്വിറ്റ്സർലാൻഡിലേക്ക് ഏതൊരു ഭാഗത്തേക്കും നമുക്ക് ട്രെയിനിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കും. ട്രെയിനിൽ പോകുമ്പോൾ അതിൻ്റേതായ രീതിയിലുള്ള സമയമെടുക്കും, എന്നിരുന്നാലും വളരെ സുഖകരമായ യാത്രയാണ് നമുക്ക് ഈ ഒരു ട്രെയിൻ യാത്രയിലൂടെ അനുഭവസ്ഥമാക്കുന്നത്. Worth living and it's a love worth giving and I want to stay.
ഹൗസാഹ് എന്നാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര്. ഈ ഒരു സ്ഥലങ്ങളുടെ പേര് പറയാൻ കാരണം നമുക്ക് കൂടുതലും ഒരിക്കലും നമുക്ക് കേട്ടുപരിചയമില്ലാത്ത പല പേരുകളിലുള്ള സ്ഥലങ്ങൾ നമുക്കിവിടെ കാണാനായിട്ട് ഇടയായി. നമുക്ക് കേൾക്കുന്ന ഈ ഒരു പ്രേക്ഷകർക്കും നമുക്ക് ഒരു വ്യത്യസ്തത തോന്നും. അങ്ങനെയാണ് ഞാൻ ഈ സ്ഥലത്തിൻ്റെ പേരുകൾ മെൻഷൻ ചെയ്യാനും അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് എടുക്കാനും കാരണം. അപ്പോൾ ഈ കാണുന്ന മലമുകളിലൂടെയും അതുപോലെ ഈ മല ഇടുക്കുകളിലൂടെയും പല തുരങ്കപാതകളിലൂടെയുമാണ് നമ്മൾ ഈ ഒരു യാത്ര ചെയ്യുന്നത്. അപ്പോൾ പലപ്പോഴും നമ്മൾ വലിയ വലിയ തുരങ്കങ്ങൾ, വലിയ ടണലുകൾ ക്രോസ് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഈ പുള്ളിക്കാരൻ, അദ്ദേഹം അവിടെ ട്രെയിനിലിരുന്നു കൊണ്ട് പലതും എഴുതുന്നതെന്നും അതുപോലെ തന്നെ ബുക്കിലെ വായനകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ മുൻപോട്ട് പോവുകയാണ്. പിന്നെ ഈ ട്രെയിനിലുള്ളൊരു പ്രത്യേകത, ഇവിടെ നമുക്ക് ഈ ഒരു കാലാവസ്ഥയുടെ ആയതുകൊണ്ടായിരിക്കാം, കണ്ടില്ലേ ഇതുപോലെ മഞ്ഞൊക്കെ വീണ് കിടക്കുന്നത് കൊണ്ടായിരിക്കാം കൂടുതൽ ആൾക്കാരും ബിയറും അതുപോലെ വൈനും ഒക്കെയാണ് യൂസ് ചെയ്യുന്നത് കുടിക്കാനൊക്കെ ആയിട്ട്. നമ്മുടെ നാട്ടിൽ വെള്ളം കുപ്പി കൊണ്ട് നടക്കുന്ന ആ ഒരു ലാഘവത്തോടെയാണ് ഇവിടെ വൈൻ കുപ്പികളും അതുപോലെ തന്നെ ബിയർ കുപ്പികളൊക്കെ കൊണ്ട് നടക്കുന്നത്. അത്രയും കനത്ത രീതിയിലുള്ള മഞ്ഞുവീഴ്ച ഉണ്ടായിട്ടുള്ള ഗ്രാമങ്ങളിലൂടെയാണ് നമ്മുടെ ഈ ട്രെയിൻ യാത്ര കടന്നു പോകുന്നത്. ഈ വീടുകളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കറിയാം, ഈ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ അത്രയും കട്ടിയിലാണ് ഇവിടെ മഞ്ഞ് വീണ് കിടക്കുന്നത്. ഹോൺബർഗ് എന്ന ഈ ഒരു സ്ഥലത്തെത്തിയപ്പോഴേക്കും മഞ്ഞിൻ്റെ ആ ഒരു കാഠിന്യം കൂടുതലായി കണ്ടു വന്നിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, ഇവിടെ അടുത്ത് ഈ ഹോൺബർഗ് എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്തിനടുത്ത് വലിയൊരു പനോരമ പാർക്കുണ്ട്. ആ ഒരു പാർക്കിൻ്റെ പേരും ഹോൺബർഗർ പനോരമ പാർക്ക് എന്നാണ്. ഇതുപോലെയുള്ള ആ പാർക്കിൻ്റെ വ്യൂവും അതുപോലെയുള്ള ടൂറിസവും അട്രാക്ഷനും ഒക്കെ കാണാനായിട്ട് ആഗ്രഹിക്കുന്നവർ ഈ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടാണ് പോകണം എന്നാണ് അവർ പറയുന്നത്. ടണലുകളൊക്കെ പാസ് ചെയ്തുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് നീങ്ങി. ചെറുതും വലുതുമായ ഒത്തിരി ടണലുകൾ നമുക്ക് ഇവിടെ പാസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇലക്ട്രിക് ലൈനുകളായിരുന്നു കൂടുതലും ഞങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് ട്രെയിനിൽ സഞ്ചരിക്കുമ്പോൾ കാണാനായിട്ട് സാധിച്ചത്. നേരത്തെ പറഞ്ഞതുപോലെ ഗ്രാമങ്ങളിലൂടെ മാത്രമല്ല കേട്ടോ, ഇതിൽ നമുക്ക് കാണാവുന്ന ഈ ഇൻഡസ്ട്രിയൽ പാർക്കിൻ്റെ അടുത്തുകൂടെയും നമുക്ക് ട്രെയിൻ പോകുന്നുണ്ട്. വലിയ വലിയ ഇൻഡസ്ട്രീസ് വർക്ക് ചെയ്യുന്ന ഈ സ്ഥലങ്ങളിലൂടെയും അതിൻ്റെ അടുത്തുകൂടെയൊക്കെ പോകുമ്പോൾ നമുക്ക് അവിടുത്തെ ഒരു സെറ്റപ്പുകളും അതുപോലെ അത്രയും വലിയ ഗോഡൗണുകളും ആ ഒരു ഷെൽട്ടറും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും. ഒരുപാട് സ്ഥലങ്ങളൊക്കെ കണ്ട് വീണ്ടും ഞങ്ങളുടെ യാത്ര തുടർന്നു. അപ്പോഴാണ് ഈ ഒരു ട്രെയിനിലേക്ക് ടിക്കറ്റ് ചെക്കർ വന്നത്. അപ്പോൾ പുള്ളിക്കാരൻ എവിലിനെ എവിലിൻ ചോദിച്ചിട്ടാണ് അവർ തന്നത്. സാധാരണ കുട്ടികൾക്ക് 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഇവിടെ ടിക്കറ്റ് എടുക്കേണ്ടതായിട്ടില്ല. അപ്പോൾ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അവർക്ക് ബാനിലോ ട്രെയിനിലോ ബസ്സിലോ പോകുമ്പോൾ ഇതുപോലെ ഒരു കാർഡ് അവർ കൊടുക്കും. അത് കൂടുതലും നമുക്ക് ട്രെയിനിലാണ് ഇവർ കിൻഡർ ഫാർകാർട്ടെ എന്ന് പറയുന്ന ഈ ഒരു കാർഡ്, അത് നമ്മൾ പോകുന്ന ഈ ഒരു യാത്രയുടെ ഓർമ്മയ്ക്കായിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ആ കാർഡെല്ലാം വാങ്ങി അവൾ സൂക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പോകുന്ന എല്ലാ യാത്രകളിലും ഈ കാർഡ് അവൾ സൂക്ഷിക്കാറുണ്ട് വാങ്ങിയിട്ട്. ഈ പുള്ളിക്കാരൻ്റെ ഈ ഒരു ബാഗുമ്മേ കാണിച്ചിരിക്കുന്ന ഈ ഒരു എംബ്ലം, അതായത് അദ്ദേഹം ആ ഒരു ടിക്കറ്റ് ചെക്ക് ചെയ്യാൻ പോകുന്നത് വീഡിയോ എടുക്കുന്നു എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. അത് ഇവിടെ വീഡിയോ എടുക്കുന്നു എന്നുള്ളത് അത് എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. കാരണം പലർക്കും അത് വീഡിയോ എടുക്കുന്നത് പേഴ്സണലായിട്ടുള്ള കാര്യമായതുകൊണ്ട് അതാരും അങ്ങനെ അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പോൾ ഇതുപോലെയുള്ള ആളുകൾ വരുമ്പോൾ അത് വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ അവരത് എഴുതി വയ്ക്കും. ഈ ബോഗികൾ തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു ഫേസിൽ നിന്ന് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഈ ഡോറുകളൊക്കെ കടന്ന് ഞങ്ങൾ വീണ്ടും ട്രെയിനിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാനായിട്ട് നടന്നു. അങ്ങനെ നടക്കുമ്പോഴാണ് ഈ ഒരു ട്രെയിൻ ഇവിടെ ഒരു സ്റ്റേഷനിൽ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഒരു കൂട്ടം ആളുകൾ അവർ ക്ലെറ്റേൺ, അതായത് അവർ നടക്കാൻ, അതായത് വാക്കിങ്ങിനും അതുപോലെ തന്നെ
അവരുടേതായിട്ടുള്ള ആ ഒരു സന്തോഷമായിട്ടുള്ള യാത്രകളിലും ഏർപ്പെട്ടിരിക്കുന്നതാണ്. അപ്പോൾ അവർ അത്രയും കഷ്ടപ്പാടുണ്ടെങ്കിൽ പോലും അവർ ആ ഒരു യാത്രകളൊന്നും അവോയ്ഡ് ചെയ്യുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അവർ ആ ഒരു വടി കുത്തി പിടിച്ചിട്ട് പോലും അവരുടെ യാത്രകളിൽ അവർ സന്തോഷത്തോടെ മുന്നോട്ട് പോവുകയാണ്. ഈ കാണുന്നത് ഒരു ഷോപ്പോ അല്ലെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റോ അല്ല. ഇത് ഇവിടുത്തെ ഒരു റെയിൽവേ ടിക്കറ്റിംഗ് റിസർവേഷൻ സെൻറ്ററിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഷെൽഫിൽ വെച്ചിരിക്കുന്ന ബുക്ക്ലെറ്റുകളാണ്. ഈ ബുക്ക്ലെറ്റുകളിൽ നമുക്ക് പ്രൈസ്, അതുപോലെ തന്നെ അവിടെ നിന്ന് പുറപ്പെടുന്ന ട്രെയിനുകളുടെ വിവരങ്ങളും അതുപോലെയുള്ള സ്പെഷ്യൽ ട്രെയിനുകളുടെ ഡീറ്റെയിൽസുമാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നത്. ഇതെല്ലാമാണ് ഒരു ടൂറിസം പ്രോത്സാഹിപ്പിക്കാനായിട്ട് നമ്മുടെ ഗവൺമെൻറ് ചെയ്യേണ്ടതെന്ന് എനിക്കും തോന്നി. കാരണം നമ്മളും SGKയുടെ, അതായത് സന്തോഷ് ജോർജ് കുള്ളങ്ങരയുടെ വീഡിയോയിലൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്. നമ്മുടെ സർക്കാർ കൂടുതലും എല്ലാവർക്കും ഉതകുന്ന രീതിയിൽ, അറിയാൻ പറ്റാവുന്ന രീതിയിലെല്ലാം ടൂറിസത്തിന് വേണ്ടിയിട്ടുള്ള പ്രോത്സാഹനങ്ങൾ നൽകണം എന്നുള്ളത്. ഇതുപോലെ തന്നെ ആയിരിക്കണം നമ്മുടെ നാട്ടിലും വരേണ്ടത്. എന്നാൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഇൻഫോർമേഷൻ എല്ലാവർക്കും എത്താനും എല്ലാവരിലേക്കും എത്തിക്കാനും സാധിക്കൂ. ഇതാണ് ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ട് സൈഡ്. അതായത് നമ്മൾ കണക്ഷന് വേണ്ടി ഇറങ്ങിയിട്ടുള്ള ഒരു ട്രെയിൻ ലഭിക്കാനായിട്ട് കുറച്ച് താമസം വന്നപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ഒന്ന് പുറമേയുള്ള കാഴ്ചകൾ ഷൂട്ട് ചെയ്യാനായിട്ട് വിചാരിച്ചതാണ്. അപ്പോൾ പുറമേ പോകുന്നത് ഇത് ട്രെയിനല്ല കേട്ടോ, ഇത് ഒരു ബസ്സാണ്. അപ്പോൾ ഈ ബസ്സിൻ്റെ ഷേപ്പ് അവർ ഇങ്ങനെ മോഡൽ ചെയ്തെടുത്തിരിക്കുകയാണ്. അതിൻ്റെ ചക്രങ്ങൾ എല്ലാം ക്ലോസ് ചെയ്തുകൊണ്ടാണ് ആ ഒരു ബസ്സിൻ്റെ മോഡലൊക്കെ കാണാവുന്നത്. അങ്ങനെ വളരെ വൃത്തിയായിട്ട് കിടക്കുന്ന ഈ റോട്ടിലൂടെ ഈ ബസ്സുകളും അതുപോലെ തന്നെ ആളുകളും പോകുന്നത് നമുക്ക് കാണാം. അങ്ങനെ ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ കുറച്ച് ഭാഗങ്ങൾ എനിക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് സാധിച്ചു. ഈ ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ഞങ്ങൾക്ക് അടുത്ത കണക്ഷൻ ട്രെയിനിന് വേണ്ടി കാത്തിരിക്കേണ്ടി വന്നത്. സ്വിറ്റ്സർലാൻഡ് കൺട്രിയുടെ ഡബിൾ ഡെക്കർ ട്രെയിനാണ് നമുക്ക് മുൻപിൽ കാണാവുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള ട്രെയിനിലാണ് നമ്മുടെ യാത്രയും ചെയ്തിരുന്നത്. അങ്ങനെ സ്വിറ്റ്സർലാൻഡിലേക്ക് എത്തി അതിൻ്റെ പോകുന്ന വഴിയിൽ നമുക്ക് കാണാവുന്ന ഒരു വലിയൊരു വെള്ളച്ചാട്ടമാണ് ഈ കാണുന്നത്. ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ തീരത്തുകൂടെ എന്ന് പറയാം, നമുക്ക് അടുത്തുകൂടെയാണ് നമ്മുടെ ഈ ഒരു റെയിൽവേ ലൈൻ കടന്നു പോകുന്നത്. ഡോയ്ച്ച്ലാൻഡിനെയും ഷ്വൈസിനെയും ബോർഡർ ചെയ്യുന്ന ഈ ഒരു വാട്ടർഫാൾസിനെ റൈനെ ഫാൾസ് എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഈ റൈനെ ഫാൾസ് സ്ഥിതി ചെയ്യുന്നത് രണ്ട് കൺട്രികളുടെയും ഇടയിലാണ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ആ പോകുന്ന റെയിൽവേ ലൈൻ കണ്ടില്ലേ, അതുപോലെ നമുക്ക് ആ ഒരു റെയിൽവേ ലൈനിലൂടെ നമുക്ക് പാസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള, അതായത് നമുക്ക് ആ വാട്ടർഫാൾസ് കൂടുതലും ഭംഗിയായിട്ട് കാണാൻ പറ്റാവുന്ന രീതിയിലുള്ള സൈഡിൽ കൂടിയാണ് നമുക്ക് പോകാനായിട്ട് സാധിച്ചത്. ഊസ്റ്റർ എന്ന പേരുള്ള വില്ലേജിലേക്കാണ് ഞങ്ങൾക്ക് ഇന്ന് പോകേണ്ടത്. അവിടേക്ക് പോകുമ്പോൾ ഉള്ള ലാസ്റ്റ് ട്രെയിനിലാണ് ഞങ്ങളിപ്പോൾ യാത്ര ചെയ്യുന്നത്. അവിടേക്കുള്ള ട്രെയിനെല്ലാം അത്രയും വൃത്തിയായിട്ട് അവർ സൂക്ഷിച്ചിരിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ നാട്ടിലും ഇതുപോലെ എല്ലാ ട്രെയിനുകളും നല്ല വൃത്തിയായിട്ടും അതുപോലെ തന്നെ ക്ലീനായിട്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ എത്ര നന്നായിരിക്കുമെന്ന് കരുതിപ്പോയിരുന്നു. ആ ഒരു ട്രെയിനിൻ്റെ ഉള്ളിലെ കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. കൂടുതൽ ആളുകൾ ഇല്ലാത്ത കാരണം കൊണ്ട് വളരെ ഈസി ആയിട്ട് എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് സാധിച്ചു. പലപ്പോഴും ഇതുപോലുള്ള ട്രെയിനുകളിൽ കൂടുതൽ ആളുകളുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് അങ്ങനെ വീഡിയോ എടുത്ത് സുഗമമായിട്ട് പോകാനായിട്ട് ചിലപ്പോൾ സാധിക്കാറില്ല. അതുകൊണ്ടാണ് എടുത്തു പറയാൻ കാരണം. അങ്ങനെ എവലിനും ഇതുപോലെ ഈ ട്രെയിനിൽ നടക്കുന്നതും അതുപോലെ ട്രെയിൻ ഫുൾ വിസിറ്റ് ചെയ്യാനൊക്കെ ആയിട്ടുള്ളൊരു ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനും അവളും കൂടെ ഒരുപാട് നടന്നു ട്രെയിനിൽ. ഈ ട്രെയിൻ പല സ്റ്റോപ്പുകളിലും നിർത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ആളുകൾ ഇറങ്ങാനോ കയറാനോ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഡോറുകൾ തുറക്കുന്നുള്ളൂ. ഈ ട്രെയിനിലെ ഒരു പ്രത്യേകത, ഇവിടെ ഈ ഒരു
അലാം അത് കാണിച്ചിട്ടുണ്ട്. അതായത് നമുക്ക് പോകാനായിട്ടുള്ള എക്സിറ്റുകൾ, അതുപോലെ തന്നെ കൂടുതലായിട്ടുള്ള സേഫ്റ്റി മെഷേഴ്സാണ് അവിടെ കാണിച്ചു വച്ചിരിക്കുന്നത്. സൂറിച്ച് എയർപോർട്ടിലേക്ക് പോകുന്ന ഈ ഒരു വിമാനം നമുക്ക് വളരെ രസകരമായിട്ട് ട്രെയിനിലിരുന്നിട്ട് ആസ്വദിക്കാനായിട്ട് സാധിച്ചു. സൂറിച്ചിലെ ഹാർഡ്ബ്രുക്കെ എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. മുന്നിൽ കാണുന്നത് പോലെ ഈ ട്രെയിനിൽ നിന്ന് ഇറങ്ങാനും കയറാനും ഈ ചവിട്ടുപടികൾ വരുന്നത് എല്ലാം ഓട്ടോമാറ്റിക്കായിട്ടാണ്. ഡോറുകൾ തുറക്കുന്നതും എല്ലാം തന്നെ. അപ്പോൾ അവിടെ കാണുന്നത് പോലെയുള്ള അതേ രീതിയിലുള്ള ഒരു ട്രെയിനിലാണ് നമ്മളിപ്പോൾ പോകുന്നതും. അങ്ങനെ ആ ഒരു ട്രെയിന് അവിടെ നിന്ന് എടുത്തു. പിന്നീട് ഞങ്ങൾക്ക് എത്തിച്ചേരാനുള്ള ഊസ്റ്റർ നഗരത്തിലേക്കാണ് ഞങ്ങളുടെ യാത്ര. ഇത്രയും തിരക്കുള്ള ഒരു റെയിൽവേ സ്റ്റേഷനിലും ആ നിൽക്കുന്ന ആ നായ്ക്കുട്ടീനെ കാണുമ്പോൾ ഇത് തെരുവ് നായയാണെന്ന് വിചാരിക്കരുത്. കാരണം അത് ഇവിടെ ഇല്ല. നമുക്ക് കാണാവുന്നത് വളർത്തു നായകൾ മാത്രമാണ്. അത്രയും സേഫായിട്ടാണ് ആ നായ്ക്കളെയും പട്ടിക്കുട്ടികളെയും അതുപോലെ തന്നെ പൂച്ചകളെയും നമുക്ക് ട്രെയിനിലൊക്കെ കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നത്. അത് അവരവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്, എടുത്തു പറയേണ്ട കാര്യമാണത്. അങ്ങനെ ഊസ്റ്റർ എന്ന് പറയുന്ന ഈ ഒരു വില്ലേജിൽ ഞങ്ങളെത്തി. ഈ ഒരു വില്ലേജ് വരുന്നത് നമ്മുടെ സൂറിച്ച് നഗരത്തിൻ്റെ അടുത്തുള്ള ഒരു ടൗണിലാണ്. അപ്പോൾ വില്ലേജ് എന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിച്ചത് ഒരു ടൗൺ ഏരിയയാണ് ഇവിടുത്തെ. അതായത് നമ്മുടെ നാട്ടിലെ പോലത്തെ ഒരു വില്ലേജ് എന്നുള്ളൊരു കൺസെപ്റ്റ് അല്ല. അങ്ങനെ ഞങ്ങളുടെ യാത്രയുടെ വലിയൊരു ഭാഗം ഇവിടെ പൂർണ്ണമായി. ഞങ്ങളുടെ ട്രെയിൻ യാത്ര ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ വന്നാൽ മതി. ബൈ. So bye from Travel on Roads. Cheers, bis morgen. അങ്ങനെ സ്വിറ്റ്സർലാൻഡിലെത്തി ഞങ്ങളുടെ രണ്ടാമത്തെ ദിവസത്തെ യാത്രയുടെ പുതിയ വിശേഷങ്ങളും വിവരങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കണ്ടുമുട്ടാം. സോ ടിൽ ദെൻ ബൈ ഫ്രം ട്രാവൽ ഓൺ റോഡ്സ്. താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങളുടെ കമൻറ്റുകളും നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻസിലൂടെ അറിയിക്കണം. താങ്ക് യു. ബൈ. ചൂസ്.